ക്ഷുദ്രശക്തികളും അഴിമതിക്കാരും ഇനി തമിഴ്നാട് ഭരിക്കേണ്ടെന്ന ടി.വി.കെ അധ്യക്ഷൻ വിജയ്. തമിഴ്നാട്ടിൽ മുൻപ് ഭരിച്ചവരും ബി.ജെ.പിയുടെ അടിമകളായിരുന്നു. ആരെന്ത് ചെയ്താലും അടിമയായിരിക്കാൻ ടി.വി.കെയെ കിട്ടില്ല. ഓരോ ടി.വി.കെ പ്രവർത്തകനെയും ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്നും വിജയ് പറഞ്ഞു. മഹാബലിപുരത്ത് ടി.വി.കെ ഭാരവാഹി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിജയ്. உங்கள் சின்னம் நம்மளுடைய வெற்றி சின்னம் விசில் கப்பு முக்கியம் பகிலே. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യത്തിനില്ല, ഒറ്റയ്ക്ക് മത്സരിക്കാൻ, ഒറ്റയ്ക്ക് ജയിക്കാനുള്ള ശക്തി ടി.വി.കെക്കുണ്ട് എന്നുകൂടി പ്രഖ്യാപിക്കുകയാണ് വിജയ്. എന്താണ് വിശദാംശങ്ങൾ? ദിൽന, വളരെ വ്യത്യസ്തമായിരുന്നു ഇന്ന് വിജയുടെ ഒരു അപ്രോച്ച്. ആ പ്രസംഗമൊക്കെ നമുക്ക് കുറച്ചുകൂടി അഗ്രസീവായിട്ടൊരു പ്രസംഗം. കരൂർ സംഭവത്തിന് ശേഷം ആരെയും വിമർശിക്കാത്ത DMK മാത്രം വിമർശിച്ചിരുന്ന വിജയ് ഇന്നിപ്പോൾ അണ്ണാ DMKയും BJPയെയും ഒക്കെ വിമർശിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു യോഗത്തിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്ന് വിജയിക്കാനുള്ള ചങ്കൂറ്റം ടി.വി.കെക്കുണ്ട്. അതിപ്പോൾ സഖ്യമാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ഒറ്റയ്ക്ക് നിന്ന് തമിഴ്നാട്ടിൽ വിജയിക്കാനുള്ള ചങ്കൂറ്റം എന്തായാലും ടി.വി.കെക്കുണ്ട്. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. ക്ഷുദ്രശക്തികളെ എന്തായാലും തമിഴ്നാട് ഭരിക്കാൻ അനുവദിക്കില്ല. അഴിമതിക്കാരെയും ഈ പറഞ്ഞ രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭരണത്തെയും ഇനി അനുവദിക്കില്ല. അതിന് ഒരുമിച്ച് മുന്നിട്ടിറങ്ങണം. അതിനുവേണ്ടിയാണ് അക്ഷീണ പ്രയത്നം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിജയ് പറയുന്നു. മാത്രമല്ല, ജനങ്ങൾ ഈ പറഞ്ഞ രണ്ട് പാർട്ടികളെയും DMK ആണെങ്കിലും അണ്ണാ DMK ആണെങ്കിലും ഒക്കെ ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു. സർവത്ര അഴിമതിയാണ് എല്ലാവരും നടത്തുന്നത്. ആ അഴിമതി നടത്താൻ എന്തായാലും വിജയോ ടി.വി.കെയോ കിട്ടില്ല. കാരണം തനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ടി.വി.കെ എന്ന പാർട്ടിയെയും തന്നെയും ജനങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. അത്തരം ആളുകളെ കണ്ടെത്തുക, അല്ലെങ്കിൽ അവരുടെ വോട്ടുകൾ പൂർണ്ണമായും തന്നെ നമ്മളിലേക്ക് എത്തിക്കുക, ടി.വി.കെയുടെ വിസിൽ ചിഹ്നത്തിലേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങൾ ഓരോ പ്രവർത്തകരുടെയും ജോലി എന്നാണ് വിജയ് പറയുന്നത്. മാത്രമല്ല, പോളിംഗ് ബൂത്തുകൾ എന്ന് പറയുന്നത് വോട്ട് കൊള്ള നടത്താനുള്ള ഇടങ്ങളാണ് അണ്ണാ DMKക്കും DMKക്കും ഒക്കെ. പക്ഷേ ടി.വി.കെ അത് ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കണം. വോട്ട് കൊള്ള തടയണം. ഓരോ ബൂത്തുകളിലും എത്തുന്ന വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുന്നുവെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിജയ് പറയുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നു ടി.വി.കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ചിഹ്നം, അതായത് ടി.വി.കെക്ക് അനുവദിച്ച ചിഹ്നം വിസിൽ, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ട ലോഗോ, ഈ രണ്ട് കാര്യങ്ങളിലുള്ള പ്രഖ്യാപനങ്ങൾ ഒക്കെ ഇന്ന് വിജയുടെ ഭാഗത്തുനിന്നുണ്ടായി. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.